PMSCB Smart Mart 40 feet road പള്ളുരുത്തി. നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു PMSCB Smart Mart 40 feet road പള്ളുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ദിനാഘോഷം സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റ് സ്വതന്ത്ര ദിനാഘോഷവും SSLC+2 വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വയനാട് ദുരിതാശ്വാസ നിധി സഹായം ജില്ലാ കമ്മിറ്റി കൈമാറൽ ചടങ്ങും സംഘടിപ്പിച്ചു. രാവിലെ 9 മണിക്ക് വ്യാപാരഭവൻ അങ്കണത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് PC സുനിൽകുമാർ പതാക ഉയർത്തി. 10:30 വ്യാപാരഭവനിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് PC സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ലല്ലോ അല്ലെ, എനിക്ക് 240 മാർക്ക് കിട്ടി ഞാൻ പാസ്സായല്ലോ. അല്ല, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. A+ കിട്ടിയോ അല്ല, ഈ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഡിസ്റ്റിങ്ഷൻകാർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ആ കുട്ടി പറഞ്ഞ്, എന്നാ നിങ്ങൾ കുറിച്ചിട്ടോ, നിങ്ങളെ കൊണ്ട് ഇതേ സ്ഥലത്ത് ഒരു സ്റ്റേജ് കെട്ടി ഇതേപോലെ മൈക്കും വെച്ച് നാട്ടുകാരെ വിളിച്ച് എനിക്ക് സ്വീകരണം ഞാൻ നിങ്ങളെ കൊണ്ട് നൽകിക്കും. ആ കുട്ടി പഠിച്ചു പാസ്സായി IAS നേടി. പേര് അൽഫോൺസ് കണ്ണന്താനം. അതാണ് മനുഷ്യൻ ജീവിതത്തിൽ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നത്. വയനാടിന്റെ വെല്ലുവിളി പറഞ്ഞു മനുഷ്യൻ, നമ്മള് മലയാളി അങ്ങനെയാണ്, ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കും. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് നമ്മളെ പ്രാപ്തമാക്കിയത് കേരളത്തിന്റെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം പണ്ട് മുതലേ ഉണ്ടായിരുന്നത് നടന്നുള്ളട്ടെ. കേരളം മലയാളി ഉണ്ടായ കാലം മുതലല്ല എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല. 1956 കേരളം രൂപം കൊള്ളുന്നത്. 42% ആളുകൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. 42%. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് യൂണിറ്റ് സ്വരൂപിച്ച 1 ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചാക്കാത്ത് ഏറ്റുവാങ്ങി. വലിയ വിദ്യാഭ്യാസത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. അത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ നിലകളിലെത്താൻ കഴിയും. നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ആ വിഷയം എടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള IT മേഖല അതുപോലുള്ള പൈസ ഉണ്ടാക്കുന്ന വലിയ വിദ്യാഭ്യാസത്തിലേക്ക് അവരെ നിർബന്ധിക്കുകയാണെങ്കിലും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തന്നെ ഉള്ള ആ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ പഠിക്കണം. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നിലയിലെത്താൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ വിതരണം ചെയ്തു. കുമ്പളങ്ങി യൂണിറ്റ് പ്രസിഡന്റ് KB തമ്പി, തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് SA ലത്തീഫ്, ഇടക്കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് റിച്ചൻ ഡബല്ലോ, KP ജെയിൻ, TM ഇബ്രാഹിം, V മാത്യു, ഡെന്നി തോമസ്, KU ജബീബ്, PA ഷാനവാസ്, KC ബെന്നി, KU സുധീർ, V ഉദയൻ, അന്ന ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.